ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സെഖരിയ പ്രവചനം 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. കൂടാര പെരുന്നാളിൻ്റെ സമയത്ത് യെരുശലേമിലാണ് ഈ സംഭവം നടക്കുന്നത്. യേശു ആരാണ് എന്ന ആഴമേറിയ ചിന്തകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അന്ധനായ മനുഷ്യന് കാഴ്ച നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിലൂടെ കാഴ്ച ലഭിച്ചവൻ തിരിച്ചറിയുന്നു ദൈവം പ്രകാശമാണ് എന്ന്. അവൻ അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകാശത്തിലേക്ക് യേശു കർത്താവ് അവനെ നയിക്കുന്നു. ഇവിടെ വാദപ്രതിവാദങ്ങളും വിചാരണയുമെല്ലാം അവർ കുടുംബമായി നേരിടേണ്ടി വരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് ഈ സംഭവം കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ മറ്റുള്ളവരുടെ ചോദ്യത്തിന് യേശു കർത്താവ് വളരെ ശക്തമായി പ്രതികരിക്കുന്നു. അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്ന് യേശു കർത്താവ് അവിടെ പറയുന്നു. ഇവിടെ സൗഖ്യം ലഭിച്ചതിലൂടെ ഈ അന്ധനായ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, അന്ധനായ വ്യക്തി പുതിയ സൃഷ്ടിയായി തീരുന്നു. ആ മനുഷ്യന് കാഴ്ച ലഭിച്ചു എന്നതല്ല, മറിച്ച് അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രകാശത്തിലേക്ക് ആ കാഴ്ച അവനെ നയിക്കുന്നു. ക്രിസ്തു നൽകുന്ന പ്രകാശം മനുഷ്യരുടെ ജന്മ അവകാശമല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ ദാനമാണ്, ക്രിസ്തുവിലൂടെയുള്ള ദാനം. ഇവിടെ ചികിത്സ നടത്തുന്നത് പുതിയ മാർഗത്തിലൂടെയാണ്. തുപ്പലിന് ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ 6-ാം വാക്യത്തിൽ നമുക്കത് കാണാം. തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി എന്ന്. മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പ്രതീകമാണ് ചെളിയുണ്ടാക്കുന്നതിലൂടെ നാം കാണുന്നത്. ജന്മന അന്ധനായവനെ പുതിയ സൃഷ്ടിയാക്കുവാൻ പോകുകയാണ് യേശു കർത്താവ്. അങ്ങനെ പുതിയ സൃഷ്ടികർമ്മത്തിനുള്ള ചെളി അവൻ ഉണ്ടാക്കി, അത് അന്ധനായ മനുഷ്യൻ്റെ കണ്ണിന്മേൽ പൂശുന്നു. തുടർന്ന് അവനോട് പറയുന്നു യേശു കർത്താവ്, നീ പോയി ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന്. കൂടാര പെരുന്നാളിന് ജലം കൊണ്ടുവരുന്നത് ശീലോഹാമിലെ കുളത്തിൽ നിന്നായിരുന്നു. യെരുശലേമിൻ്റെ തെക്കേ അറ്റത്താണ് ഈ കുളം. ഗീഹോൻ നദിയിൽ നിന്നും ഒരു കനാൽ വഴി ഒഴുകുന്ന വെള്ളമാണ് ശിലോഹാമിൽ എത്തിയിരുന്നത്. യേശു പറഞ്ഞതനുസരിച്ച മനുഷ്യൻ കാഴ്ചയുള്ളവനായി, അഥവാ പുതിയ സൃഷ്ടിയായി മടങ്ങി വരികയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, അന്ധനായ വ്യക്തി സത്യ നമസ്കാരിയാകുന്നു. അന്ധന് ലഭിച്ച സൗഖ്യം അവനെയും മാതാപിതാക്കളെയും മുൾമുനയിൽ നിർത്തുന്ന അനുഭവമായി മാറുന്നു. മതത്തിൻ്റെ അധികാരികൾ അവനെ സിനഗോഗിൽ നിന്നും പുറത്താക്കി കളയുന്നു. ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, മതമേലധികാരികളുടെ വിചാരണ നേരിട്ട ഇപ്പോൾ പുതിയ സൃഷ്ടിയായി തീർന്നവൻ്റെ വിശ്വാസം ആഴപ്പെട്ടുകൊണ്ടേയിരുന്നു. 2, കാഴ്ചയുണ്ടെന്ന് വീമ്പിളക്കിയവർ ക്രമേണ ഇവിടെ അന്ധരായി തീരുന്നു. യേശു എന്ന് പറയുന്നവൻ എനിക്ക് സൗഖ്യം തന്നു. പിന്നെ അവൻ പറഞ്ഞു ആ മനുഷ്യൻ ഒരു പ്രവാചകനാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ആ മനുഷ്യൻ അന്ധനായിരുന്നു എന്നും ഇപ്പോൾ കാഴ്ച പ്രാപിച്ചു എന്നും കൂടി നിന്ന ജനക്കൂട്ടത്തിനും അവനെ ന്യായം വിസ്തരിച്ചവർക്കും അറിയാം. ആ മനുഷ്യൻ അന്ധനായിരുന്നു എന്നും ഇപ്പോൾ കാഴ്ച പ്രാപിച്ചു എന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ അധികാരികൾ അത് തിരുത്തുവാൻ ശ്രമിക്കുന്നു. അവരുടെ വാദം ജയിക്കുന്നതിനും അവരുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടി മനഃപൂർവ്വം അന്ധരാകുമ്പോൾ സത്യത്തിന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിലും സഭയിലും ആത്മീയ അന്ധതയാൽ അറിയാവുന്ന സത്യം മാറ്റി പറയുവാൻ തയ്യാറാകുമ്പോൾ വാസ്തവത്തിൽ ആരാണ് അന്ധർ? ഇവിടെ അന്ധനായിരുന്നവൻ പുതിയ സൃഷ്ടിയായപ്പോൾ ദൈവപുത്രനെ കണ്ട് അവനെ നമസ്കരിക്കുന്നു. അങ്ങനെ അവൻ സത്യ നമസ്കാരിയായി തീരുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആത്മീയ അന്ധത ബാധിച്ചവരോ സത്യ നമസ്കാരികളോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പുതിയ സൃഷ്ടിയാകുവാനും ആത്മീയ അന്ധത ഞങ്ങളെ ബാധിക്കാതെ വണ്ണം സത്യ നമസ്കാരികളാകുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.